പശ്ചിമ ബംഗാളിലെ സിതാൽ കുച്ചിയിൽ വൻ ബോംബ് ശേഖരം കണ്ടെത്തി. ബോംബുകൾ നിർവീര്യമാക്കി പോലീസ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബൽറാം നെടുങ്ങാടി ടെലിഫോണിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ബോംബുകൾ കണ്ടെത്തിയതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എസ് കെ എൻ ഒന്നാം ഘട്ടത്തിൽ ഏപ്രിൽ 19 പോളിംഗ് പൂർത്തിയാക്കിയ പ്രദേശമാണ് ഈ കൂച്ച് ബിഹാർ മേഖല എന്നുള്ളത്. എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ തന്നെ വ്യാപകമായ അക്രമ സംഭവങ്ങളും ബോംബേറും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ വടക്കൻ ബംഗാളിലുള്ള ഈ ജില്ലയിൽ. തുടർന്ന് പരിശോധനകൾ ഊർജിതമാക്കിയിരുന്നു. കുട്ടമാര നദിയുടെ തീരത്ത് നിന്നും നേരത്തെ നടത്തിയ പരിശോധനയിൽ തന്നെ നിരവധി ക്രൂഡ് ബോംബുകൾ കണ്ടെത്തി. തുടർന്നാണ് ഈ മേഖലയിൽ വീണ്ടും പരിശോധനകൾ നടത്തിയത്. അതിനിടെയാണ് 22 ക്രൂഡ് ബോംബുകളുടെ ഒരു ശേഖരം കണ്ടെത്തിയത്. തുടർന്ന് ആ ബോംബുകളാണ് പോലീസിന്റെ പ്രത്യേക സംഘം എത്തി നിർവീര്യമാക്കിയത്. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യാപകമായ അക്രമ സംഭവങ്ങളും വെടിവെപ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലയാണ് കൂച്ച് ബിഹാർ ജില്ല. അതുകൊണ്ട് തന്നെ തുടർന്നും തിരച്ചിൽ ഈ മേഖലയിൽ ഊർജിതമായി തുടരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എസ് കെ നെടുങ്ങടിയാണ് ഡൽഹിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ബംഗാളിൽ വൻ ബോംബ് ശേഖരം കണ്ടെത്തിയാണ് ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നത്. കുച്ച് ബിഹാർ ജില്ലയിലെ സിതാൽ കുച്ചിയിൽ 22 ക്രൂഡ് ബോംബുകൾ കണ്ടെത്തിയെന്നാണ് ബൽറാമിൻ്റെ റിപ്പോർട്ട്. ബോംബുകളൊക്കെ പോലീസ് നിർവീര്യമാക്കിയിട്ടുണ്ട്. അത്രയും ആശ്വാസം.